60 വർഷത്തിലേറെയായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വ്യോമസേനയുടെ നട്ടലായ KC-135 സ്ട്രാറ്റോ ടാങ്കർ ഇറാഖിൽ കഴിഞ്ഞ ദിവസം തകർന്നു വീണു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ഭാഗമായി പടിഞ്ഞാറൻ ഇറാഖിൽ US വ്യോമസേനയുടെ KC-135 സ്ട്രാറ്റോ ടാങ്കറാണ് തകർന്നു വീണത്. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ബോയിംഗ് നിർമ്മിച്ച ഇന്ധനം നിറയ്ക്കുന്ന വിമാനത്തിന് ഏകദേശം $39.6 മില്യൺ വില വരും. 6 പതിറ്റാണ്ടിലേറെയായി ഇത് ഒരു കോർ ഏരിയൽ ടാങ്കറായി പ്രവർത്തിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച പടിഞ്ഞാറൻ ഇറാഖിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദൗത്യത്തിനിടെ ഒരു US സൈനിക ഇന്ധനം നിറയ്ക്കുന്ന വിമാനം തകർന്നു വീണതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡും അറിയിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വ്യോമസേന പ്രവർത്തിപ്പിക്കുന്ന ബോയിംഗ് KC-135 സ്ട്രാറ്റോ ടാങ്കറാണ് അപകടത്തിൽപ്പെട്ടത്. സെൻട്രൽ കോർപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുമായി ബന്ധപ്പെട്ട ഒരു ദൗത്യത്തിനിടെ സൗഹൃദ വ്യോമാതിർത്തിയിലാണ് സംഭവം നടന്നത് എന്ന് UN അറിയിച്ചു. 2 വിമാനങ്ങളാണ് സംഭവത്തിൽ ഉൾപ്പെട്ടത്. ഒരു വിമാനം പടിഞ്ഞാറൻ ഇറാഖിൽ തകർന്നു വീണപ്പോൾ രണ്ടാമത്തെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ശത്രുതാപരമായ വെടിവെപ്പോ സൗഹൃദപരമായ വെടിവെപ്പോ അല്ല അപകടത്തിന് കാരണമെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപകടത്തിന് തൊട്ടു പിന്നാലെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തിരച്ചിൽ വീണ്ടെടുക്കൽ സംഘങ്ങളെ സ്ഥലത്തേക്ക് അയച്ചു. വിമാനത്തിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിരുന്നില്ല. അവരുടെ അവസ്ഥ ഇപ്പോഴും അജ്ഞാതമാണ്. ഒരു പ്രസ്താവനയിൽ സെൻകോം ഇങ്ങനെ പറഞ്ഞു: ഒരു KC-135 അമേരിക്കൻ വ്യോമ ഇന്ധനം നിറയ്ക്കുന്ന വിമാനം നഷ്ടപ്പെട്ടതായി ഞങ്ങൾക്കറിയാം. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ സമയത്ത് സൗഹൃദ വ്യോമാതിർത്തിയിലാണ് സംഭവം നടന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും സജീവമാണ്. 2 വിമാനങ്ങൾ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നു. പടിഞ്ഞാറൻ ഇറാഖിൽ ഒരു വിമാനം തകർന്നു വീണു. രണ്ടാമത്തെ വിമാനം ലാൻഡ് ചെയ്തു. സ്ഥിതിഗതികൾ പുരോഗമിക്കുന്നതിന് അനുസരിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും ഉൾപ്പെട്ടിരിക്കുന്ന സൈനികരുടെ കുടുംബങ്ങൾക്കായി വിവരങ്ങൾ ശേഖരിക്കുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കണമെന്നും കമാൻഡ് കൂട്ടിച്ചേർത്തു. സംഭവത്തിനു ശേഷം രണ്ടാമത്തെ വിമാനം ഇസ്രയേലിൽ ഇറങ്ങിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. KC-135 സ്ട്രാറ്റോ ടാങ്കറിനെ കുറിച്ച് ദീർഘകാല സൈനിക ദൗത്യങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വ്യോമസേന ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളിൽ ഒന്ന് എന്നാണ് അറിയപ്പെടുന്നത്. യുദ്ധവിമാനങ്ങൾ, ബോംബറുകൾ, നിരീക്ഷണ വിമാനങ്ങൾ എന്നിവയ്ക്ക് പറക്കുമ്പോൾ തന്നെ ഇന്ധനം സ്വീകരിക്കാൻ അനുവദിക്കുന്ന ആകാശ ഇന്ധനം നിറയ്ക്കലാണ് ഇതിന്റെ പ്രധാന പങ്ക്. ഈ കഴിവ് സൈനിക വിമാനങ്ങളുടെ പ്രവർത്തന ശ്രേണി വർദ്ധിപ്പിക്കുകയും ലാൻഡ് ചെയ്യാതെ തന്നെ കൂടുതൽ നേരം വായുവിൽ തുടരാൻ അനുവദിക്കുകയും ചെയ്യുന്നു. വ്യോമസേന, നാവികസേന, മറൈൻ കോർപ്സ്, സഖ്യകക്ഷികൾ എന്നിവ പ്രവർത്തിക്കുന്നവ ഉൾപ്പെടെ വിവിധ തരം സൈനിക വിമാനങ്ങളെ പിന്തുണയ്ക്കാൻ ഈ വിമാനത്തിന് സാധിക്കും. ഇന്ധനം നിറയ്ക്കൽ പ്രവർത്തനങ്ങൾക്ക് പുറമെ പ്രത്യേക ദൗത്യങ്ങളിൽ ചരക്ക് ഉദ്യോഗസ്ഥർ, മെഡിക്കൽ രോഗികൾ എന്നിവരെ കൊണ്ടുപോകാനും KC-135 കഴിയും. എയറോ മെഡിക്കൽ ഇവാക്വേഷൻ സമയത്ത് രോഗി സഹായ പാലറ്റുകൾ ഉപയോഗിച്ച് മാലിന്യങ്ങളും ആംബുലേറ്ററി രോഗികളും കൊണ്ടുപോകാൻ ഇതിന് സാധിക്കും. 60 വർഷത്തിലേറെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വ്യോമസേനയുടെ ഒരു പ്രധാന ആകാശ ഇന്ധനം നിറയ്ക്കൽ പ്ലാറ്റ്ഫോമായി ഈ വിമാനം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇത് ആഗോള സൈനിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നു. ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം 1998 സാമ്പത്തിക വർഷത്തിൽ KC-135 യൂണിറ്റ് ചിലവ് ഏകദേശം $39.6 മില്യൺ ആണ്. നിലവിൽ വ്യോമസേന ഈ വിമാനങ്ങളുടെ വലിയൊരു കൂട്ടം തന്നെ നിലനിർത്തുന്നുണ്ട്. എയർ മൊബിലിറ്റി കമാൻഡ് 396 സ്ട്രാറ്റോ ടാങ്കറുകളുടെ ഇൻവെന്ററി കൈകാര്യം ചെയ്യുന്നു. അതേസമയം എയർഫോഴ്സ് റിസർവും എയർ നാഷണൽ ഗാർഡും കമാൻഡിന്റെ ദൗത്യത്തെ പിന്തുണയ്ക്കുന്നതിനായി ഇവയിൽ 243 വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.